രക്ഷക ഗായക പാലക നമോ. രക്ഷക ഗായക പാലക നമോ. സ്നേഹത്തിൻ വീണയായി യേശുനാഥ വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം. രക്ഷക ഗായക പാലക നമോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. മിശേൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ പരിശുദ്ധമായ ബലി മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ഒന്ന് ചേർന്ന് ആചരിക്കുവാൻ ഈ ആലയത്തിൽ ദൈവാത്മാവും നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നു. നമുക്ക് നന്ദിയോടെ സ്നേഹത്തോടെ നമ്മുടെ പരിത്രാണ കർമ്മത്തിൻ്റെ ഓർമ്മ പുതുക്കാം. ഈശോ എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന ഓരോ ബലിയും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി തന്നെ മുറിച്ച് നൽകുന്ന സ്നേഹം, നമുക്ക് വേണ്ടി മരിച്ച സ്നേഹം, നമ്മളെ ഉദ്ധാനം ചെയ്ത് അവൻ്റെ ഉദ്ധാനത്തിൽ പങ്കുകാരാക്കുന്ന സ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാനാണ് ഈ അൾത്താരയിൽ നമ്മൾ ഒന്ന് ചേരുന്നത്. നന്ദിയുടെ സ്നേഹത്തോടെ വിശുദ്ധരോടും മാലാഖമാരും കൂടി ഈ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ പാപങ്ങൾ ഓർക്കാം, മനസ്തപിക്കാം, കർത്താവിനോടും സഹോദരരോടും മാപ്പും കാരുണ്യവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശ്വസ്തരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ.
അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങുതാനേകനാം നാഥനം, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിൽ എന്നും പെസഹ രഹസ്യം നിറവേറ്റണമേ. അങ്ങനെ പരിശുദ്ധ ജ്ഞാനസ്നാനത്താൽ നവീകൃതരാകാൻ അങ്ങിടയാക്കിയ ഇവർ അങ്ങേ സംരക്ഷണത്തിന്റെ സഹായത്തിന് കീഴിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുവാനും നിത്യജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാനും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ സാവൂൾ പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. ബർന്നബാസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്ന് സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർന്നബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അനന്തരം സാവൂൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ
അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരന്മാർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു. അങ്ങനെ യൂദയ, ഗലീലിയ, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും. മഹാസഭയിൽ മഹാസഭയെ ഞാൻ അങ്ങേ പുകഴ്ത്തും. ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. മഹാസഭയിൽ മഹാസഭയെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരികുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുമ്പിൽ കുമ്പിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും. മഹാസഭയിൽ മഹാസഭയെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ അങ്ങയെ പുകഴ്ത്തും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും. മഹാസഭയിൽ മഹാസഭയെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ അങ്ങയെ പുകഴ്ത്തും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുമെന്ന് നാം അറിയുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നിൽ വസിക്കുവിൻ, എങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഒരുവൻ എന്നിൽ വസിക്കുന്നെങ്കിൽ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല.
എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളവ ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലേറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ തിരുവചനം ഇന്ന് നമ്മളെ കർത്താവിൻ്റെ കൂടെ വസിക്കുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ വസിക്കുക, കൂടെ ആയിരിക്കുക, ചേർന്ന് ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരോട് ഒട്ടി നിൽക്കുന്നുവോ, ആരോട് അടുത്തിരിക്കുന്നുവോ, എന്തിനോട് നമ്മൾ സമ്പർക്കം പുലർത്തുന്നുവോ അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ആ വ്യക്തിയുടെ ജീവിത ശൈലികൾ നമ്മളിലേക്ക് പകരപ്പെടും. നമ്മൾ മിമിക്രികളുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, മറ്റുള്ളവരെ അനുകരിക്കുന്ന. അപ്പോൾ ഒരാളെ അനുകരിക്കാനായിട്ട് ഈ വ്യക്തി, അനുകരിക്കുന്ന വ്യക്തി ആരെയാണോ താൻ അനുകരിക്കുന്നത് അവരുടെ ജീവിത ശൈലിയിലേക്ക്, അവരുടെ ഭാവപ്രകടനങ്ങളിലേക്ക് നോക്കും. അത് അല്പസമയമൊന്നുമല്ല. ഒരാളെ, ഒരു സിനിമാ നടനെ അനുകരിക്കുന്ന ഒരാള് പല പ്രാവശ്യം അയാളുടെ ജീവിത ശൈലി, ആ ഒരു അഭിനയ ശൈലി നോക്കും. എങ്ങനെയാണ് അയാൾ നടക്കുന്നത്, എങ്ങനെയാണ് അയാൾ കൈകളെടുക്കുന്നത്, എങ്ങനെയാണ് അയാൾ സ്വരം ക്രമീകരിക്കുന്നത്. എന്നിട്ട് അത് പല ആവർത്തി പറഞ്ഞും വീണ്ടും പറഞ്ഞും അപ്പോൾ തെറ്റിപ്പോകും, ശരിയാകുന്നില്ല. അങ്ങനെ അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അനേക മണിക്കൂറുകള്, ദിവസങ്ങള്, മാസങ്ങള് തപസ്യായിട്ട് എടുക്കുന്ന മനുഷ്യരുണ്ട്. അനുകരണം അതൊരു കലയാണ് എന്ന് പറയാറുണ്ട്. നോക്കുക എന്തുമാത്രം സമയമാണ്. അപ്പോൾ ആ വ്യക്തിയോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുകയാണ്, ചേർന്നിരിക്കണം. അപ്പോഴാണ് അയാളുടെ ഭാവങ്ങൾ. അപ്പോൾ മീഡിയയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ചേർന്നിരിക്കുകയാണ്. അപ്പോഴങ്ങനെ അയാളുടെ രീതികളൊക്കെ അവലംബിക്കാനും വളരെ നന്നായിട്ട് ആ ഒറിജിനൽ ഭാവത്തിൽ തന്നെ അത് പുനരവതരിപ്പിക്കാനും ഈ വ്യക്തിക്ക് കഴിയുന്നുവെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. തമ്പുരാൻ പറയാണ്, എന്നോട് ചേർന്നിരിക്കുന്നവൻ എന്നെ പോലെ ആയിത്തീരും, അവൻ എൻ്റെ ഫലം പുറപ്പെടുവിക്കും. ഞാൻ എന്താകുന്നുവോ അത് ഞാൻ അവനുമായി പങ്കുവയ്ക്കും. നമുക്ക് നോക്കാം, നമ്മൾ ആരോടാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. അതെങ്ങനെ അറിയും? നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത, ഇതൊക്കെ നമ്മൾ ആരോട് ചേർന്നിരിക്കുന്നുവെന്ന് നമ്മളോട് പറഞ്ഞു തരും. വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ നന്മയാണോ പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, വളർത്തുന്ന വാക്യങ്ങളാണോ പറയുന്നത്, അതോ നമ്മൾ വളരെ മോശമായ കാര്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒട്ടും മറ്റുള്ളവർക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള സംസാര ശൈലിയാണോ? ഈശോ പറയാണ്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. സംസാരത്തിൽ നിന്ന് എന്ത് ഫലം? ഹൃദയത്തിന്റെ തികവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. പെട്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും നീ എന്തിനാൽ നിറഞ്ഞിരിക്കുന്നു. നീ നിറഞ്ഞിരിക്കുന്നത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് അഭികാമ്യമെന്ന് ഇന്ന് ഒരു ചിന്തയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ സുവിശേഷത്തിൽ എടുക്കുന്നത്. അവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിലനിൽക്കുകയും ചെയ്യണം.
നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിനെ കുറിച്ച് പരാതി പറയുന്നെങ്കിൽ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവനിൽ വസിക്കുകയും അവൻ്റെ വാക്കുകൾ നിന്റെ ഉള്ളിൽ നിലനിൽക്കുകയും വേണം. അതായത് ദൈവവചനത്താൽ നമ്മൾ പരിപൂരിതരാകണം. ദൈവവചനത്താൽ നമ്മൾ നിറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ വിശ്വാസം വർദ്ധമാനമാകും. കാരണം വചനം പറയുന്നു റോമായുടെ 10 കേൾവിയിലൂടെയാണ് വിശ്വാസം വരുന്നത്. അപ്പോൾ ദൈവവചനം വീണ്ടും വീണ്ടും കേട്ട് വായിച്ച് വീണ്ടും കേട്ട് നമ്മൾ വിശ്വാസത്തിൽ വർദ്ധമാനമാകും. അപ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കും. ദൈവത്തിന്റെ വചനം ഉള്ളിൽ വസിക്കുമ്പോൾ ആ വചനമേ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. അതിന് ഭയങ്കര ശക്തിയാണ്. ദൈവത്തിന്റെ വചനത്തിന് അപരിമേയമായ ശക്തിയാണ്. നീ വചനത്താൽ നിറഞ്ഞ് നീ എന്തിനാൽ നിറഞ്ഞു അത് പുറത്തേക്ക് വരുമ്പോൾ അത്ഭുതങ്ങളായി അടയാളങ്ങളായി നീ മാറും. നീ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം എന്താണ്? നീ പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അത് സൃഷ്ടിദായകമാണ്. ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കുന്നതാണ്. ഇല്ലാത്തതിനെ ഉണ്ട് എന്നും പറഞ്ഞ് വിളിക്കുന്നതാണ്. റോമയുടെ 4:17 പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് സൗഖ്യം നൽകും. ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് സമൃദ്ധി തരും. ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് വീഞ്ഞിന്റെയും ധാന്യത്തിന്റെയും സമൃദ്ധിയിൽ ലഭിക്കാത്ത ആനന്ദം നൽകുമെന്ന് വചനം 4:7 സങ്കീർത്തനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, പിന്നെ ഇഷ്ടമുള്ളത് ചോദിച്ചോ, അതെല്ലാം നിനക്ക് ലഭിക്കും. അപ്പൊ ഈശോ പറയുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഒന്നും ചോദിക്കേണ്ടി വരികയില്ല എന്നോട്. കാരണം ചോദിക്കാതെ തന്നെ ആവശ്യങ്ങൾ അറിയുന്ന അപ്പനെ അറിയും. അവന്റെ വചനത്താൽ നീ നിറഞ്ഞിരിക്കുമ്പോൾ നിനക്കൊന്നും ചോദിക്കാൻ പോലും തോന്നില്ല. ഇതെല്ലാം നടത്തപ്പെടുമെന്ന് നീ ആ വലിയ വിശ്വാസത്തിൽ അറിയും. കാരണം വചനത്താൽ നീ സമൃദ്ധമായിരിക്കും. വചനത്താൽ നീ നിന്നെ നിറച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഈശോട് ചേർന്നിരിക്കുന്നത് ഈശോയുടെ വചനം വായിച്ച് അവിടുത്തെ കൂടെ ആയിരുന്നു കൊണ്ടാണ്, അവിടുത്തോടൊത്ത് സമയം ചെലവഴിച്ചുകൊണ്ടാണ്, അവിടുത്തെ വചനത്തെ നമ്മൾ ഇരുന്ന് മനനം ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈശോ പറയാണ്, ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ, ഞാൻ നിനക്ക് തരും. ഈ വചനം നിന്നെ വിശുദ്ധീകരിക്കും. ഈ വചനം നിന്നെ മാറ്റിമറിക്കും. നിന്റെയും മറ്റവരുടെയും ജീവിതത്തെ അത് പുഷ്കലമാക്കി മാറ്റും. ദൈവമേ, അങ്ങയുടെ വചനത്തെ ഹൃദയത്തിലേക്കും സ്വീകരിക്കുവാനും ആ വചനം അധരത്തിൽ സദാ ഉണ്ടാകുവാനും നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നിന്നോട് തായ്തണ്ടായ നിന്നോട് ചേർന്ന് നിന്ന് വചനമാകുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് എളിമയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചതെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസ് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധലിഖിതമനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിന്റെ പുത്രനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും ദൈവത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും കേൾക്കുന്ന, നമ്മളെപ്പോഴും കാണുന്ന
കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇവിടെ എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന ഇടം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് അവിടുന്ന് സ്വീകരിച്ചാകർഷിച്ചു കൊണ്ടുവരിക്കുന്ന നമ്മളെ അനുഗ്രഹീതർ എന്നാണ് ദൈവത്തിൻ്റെ വചനം 65-ാം സങ്കീർത്തനത്തിൽ വിളിക്കുന്നത്. ആ അനുഗ്രഹത്തിൽ ഭാഗഭാക്കുകളാകുന്ന നമുക്ക് നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം ഒത്തിരി വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ കർത്തൃസന്നിധിയിലേക്ക് ദൈവാത്മാവിൻ്റെ നെടുവീർപ്പുകളാൽ നമ്മുടെ ഉള്ളിൽ അവാച്യമായ നെടുവീർപ്പുകളിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. സ്നേഹപിതാവേ, അവിടുത്തെ തിരുസഭയെ കാരുണ്യത്തോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെയും ഞങ്ങളുടെ മെത്രാനെയും അവിടുത്തെ ആത്മചൈതന്യത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ വചനം പ്രഘോഷിക്കുന്ന സന്യസ്തരെയും വൈദികരെയും അനേകം മക്കളെയും അവിടുന്ന് ഇപ്പോൾ ആത്മാവിനാൽ നയിക്കണമേ. കർത്താവേ, ഞങ്ങൾ ലോകം മുഴുവന് വേണ്ടിയും തിരുസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്നും ലോകം മുഴുവനിൽ നിന്നും കോവിഡ് മഹാമാരി നീങ്ങിപ്പോകണമേ. കർത്താവേ, ഞങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ സമർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിന്റെ സ്നേഹ സംരക്ഷണവും സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഈ ബലിയുടെ ഭക്തിയാദരങ്ങളോടെയുള്ള വിനിമയത്തിൽ ഏക പരമോന്നത ദൈവപ്രകൃതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങിടയാക്കിയല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്നത് പോലെ തന്നെ അനുയുക്തമായ ജീവിത ശൈലിയിലൂടെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഞങ്ങൾ ഉച്ചസ്ഥരം ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിന്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിന്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും
ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരെയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാഖ വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ
ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഈത്തു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതന്ത്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം, കാത്തിടേണം, കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതനാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു.
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പ്രകടം പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. എന്നുള്ളിൽ നീ വന്നിടണേ, അലിവുള്ള എൻ ദൈവമേ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ, യോഗ്യതയില്ലെങ്കിൽ നാഥ, നീ എന്നുള്ളിൽ വന്നിടുവാനാ. ഹൃദയങ്ങൾ തേടുന്ന ദേവാ, എന്റെ ഹൃദയം നിനക്കായി നീകാം. കൊതിയോടെ ഞാനും നിൽക്കുന്നു സവിധേ, അണയേണമെന്നുള്ളിൽ കരുണാമയ. കൊതിയോടെ ഞാനും നിൽക്കുന്നു സവിധേ, അണയേണമെന്നുള്ളിൽ കരുണാമയ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹപാരമ്യമേ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങേ ജനത്തോടുകൂടി ആയിരിക്കണമേ എന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച അവരെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിവാഹ അറിയിപ്പുകൾ. കൊച്ചി രൂപത തങ്കി സെയിൻറ് മേരീസ് മുണ്ടുചിറയിൽ സേവ്യറിൻ്റെയും റോസമ്മയുടെയും മകൻ ആൻ്റണി, നമ്മുടെ ഇടവക തുരുത്തേൽ ആൻ്റണിയുടെയും റോസ് തെല്ലിമയുടെയും മകൾ കൃപാറാണി, അറപ്പക്കൽ അമലോത്ഭവ മാതാപ്പള്ളി ഇടവക പനക്കൽ പുരക്കൽ ജോണിൻ്റെയും ഗ്രേസിയുടെയും മകൻ ജോൺ ബോസ്കോ, നമ്മുടെ ഇടവക തയ്യൽ ജോസഫിൻ്റെയും മേരി ഗ്രേസിൻ്റെയും മകൾ ലിയാമോൾ, തുമ്പോളി സെൻറ് തോമസ് പള്ളി ഇടവക കൊച്ചിക്കാരൻ വീട് ബെഞ്ചമിൻ്റെയും ഇൻസമ്മയുടെയും മകൻ ബിബിൻ, നമ്മുടെ ഇടവക പനക്കൽ പുരക്കൽ സൈറസിൻ്റെയും ഷെയിലുടെയും മകൾ ആഗ്നസ്, ഇവർ തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. കാനൂനികമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. മുഖ്യ ദൈവദൂതനായ വിശുദ്ധ മിഖായേലേ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെ
സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.